ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പം നാട്ടിലാ. ഇവിടെ ഇപ്പം ചീമച്ചക്കയുടെ ഒക്കെ സീസണാണ്. നമുക്കെന്തൊരു ചീമച്ചക്ക കൊണ്ടൊരു തോരൻ വെക്കാം. അതിനായിട്ട് പലയിടത്തും പല പേര് പറയും. ഞങ്ങളിവിടെ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. ഇപ്പം 2 എണ്ണം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഇച്ചിരി ഉപ്പുവെള്ളത്തിൽ ഇടണേ. ആദ്യം തൊലി കളഞ്ഞ് ഞാനിപ്പോൾ ഇത് 4 പീസാക്കിയതിന് ശേഷമാണ് തൊലി കളയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഇത് കണ്ടിച്ച് കളഞ്ഞിട്ട് അങ്ങനെ മുഴുവനെയും ചെത്താം. അല്ലെങ്കിൽ പീസാക്കി ഞാനിപ്പോൾ 4 പീസാക്കിയിട്ട് തൊലി കളഞ്ഞ് ഉപ്പുവെള്ളത്തിൽ ഇടും. അന്നേരം അത് ഒത്തിരി ചുമന്നിരിക്കത്തില്ല. ഇതൊന്ന് തൊലി കളഞ്ഞിനി നമുക്ക് കാണിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചെത്തി ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ചെത്തിയിട്ട് അതിൻ്റെ കൂഞ്ഞ് കളയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പം ഞാൻ 4 പീസാക്കി. അതുകൊണ്ട് ഇവിടുന്ന് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കൂഞ്ഞെന്നാ പറയുന്നത്. ഈ അകത്തെ ഈ പൂവശം നമുക്ക് വേണ്ട. കുറച്ചുകൂടെ അങ്ങ് ചെത്തി ഇവിടുന്ന് കളയാം. ഇത്രയും മതി. ഞാനിപ്പോൾ ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇതാണ്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞേക്കുന്നത്. അതുപോലെ നിങ്ങൾ ചെത്തുന്നതിന് മുമ്പിട്ട് നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ എങ്ങനെ തേച്ചേക്കണം. ഒരു ചെറിയ കറ പോലെ ഇതിനുണ്ട്. ഇതിപ്പം ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഞാൻ കഴുകി വാരിയെടുത്തതാണ്. അതിനായിട്ട് ഇനി എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു അരമുറി തേങ്ങ കൂടുതൽ തേങ്ങയുണ്ട്. ഒരു 2 മീഡിയം സവാള, ഒരു 3 തണ്ട് കറിവേപ്പില. ഇവിടെ എനിക്കിപ്പം കാന്താരി മുളക് ഉള്ളതുകൊണ്ട് ഞാൻ കാന്താരിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകോ എന്തുവാന്ന് വെച്ചാൽ ചേർക്കാം. ഇപ്പം വെളുത്തുള്ളി ഒരു 10 അല്ലി എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ സാധാരണ തോരൻ വെക്കുന്നത് പോലെ നമുക്ക് ഇതെല്ലാം മിക്സിയിൽ അരയ്ക്കാതെ ചേർത്തും വെക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒരു കറക്കി ഇങ്ങെടുക്കും. ഇതൊന്ന് കറക്കിയെടുക്കാം. ഇതിനി നമുക്ക് മഞ്ഞളും ആവശ്യമുണ്ട്, കടുക് ആവശ്യമുണ്ട്, വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. എപ്പോഴും നമുക്ക് തോരനൊക്കെ വെളിച്ചെണ്ണ വെക്കുന്നത് ടേസ്റ്റ് കൂടുതൽ. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഉള്ളി ഇത് ഇട്ടിട്ടില്ല. ഉള്ളി നമുക്ക് സാധാരണ വഴറ്റുന്ന പോലെ അന്നേരം വഴറ്റിയാൽ മതി. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാ. എണ്ണ ചൂടാവുമ്പം കുറച്ച് കടുകിടാം. അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇത്രയും വഴന്നാൽ മതി. നമുക്കിനി അരച്ചു വെച്ച അരപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ മിക്സിയിൽ അരച്ചില്ലെങ്കിൽ കൈ കൊണ്ട് ആ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിടണം. പച്ചമുളകും അരിഞ്ഞിടണം, സാധാരണ നമ്മൾ വെക്കുന്നത് പോലെ. ബാക്കിയുള്ള ആ കരിവേപ്പിലയും കൂടെ ഞാനിങ്ങ് ഇടുക ഇപ്പം. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം നമ്മുടെ തേങ്ങയെല്ലാം നന്നായി വഴന്നു. ഇതിലോട്ട് നമുക്ക് ചീമച്ചക്ക ഇടാം. അധികം വെള്ളം ആക്കല്ലിത്. ഇതിന് അധികം വേവില്ലാത്തയാണ്. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാം. ഇതിപ്പോ ഞാനിത് നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് ഇത് എല്ലാ സൈഡിൽ കൂടെ ഇങ്ങനെ നമുക്കൊന്ന് കൊത്തി വെക്കാം. ഇങ്ങനെ അമക്കി പ്രസ് ചെയ്ത് എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ, ഒത്തിരി തീയിലല്ല ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കണേ. ചെറുതീയിൽ വെക്കണം. വെള്ളം അധികം ഒഴിക്കണ്ട. ഇനി അതുപോലെ നമുക്കൊന്നുകൂടെ പ്രസ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇത് നമുക്ക് തുറന്നു നോക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഒന്ന് വെള്ളം മൊത്തവും പറ്റി. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.
നമ്മുടെ ചീമച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ്. വളരെ പെട്ടെന്ന് ചെയ്യാം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും അറിയിക്കുക. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു.